കേരള ഹൈക്കോടതിയിലെ 3 സിറ്റിംഗ് ജഡ്ജിമാരാണ് നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. ജസ്റ്റിസുമാരായ അനിൽ നരേന്ദ്രൻ, PG അജിത് കുമാർ, G ഗിരീഷ് എന്നിവരാണ് ഈ നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. ഈ 3 പേരും നിലവിൽ സുരക്ഷിതരാണ്. അവർ ശ്രീനഗറിലാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവർ പഹൽഗാമിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി ഈ 3 പേരും അവിടെ നിന്ന് ഈ ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ഉച്ചയോടുകൂടി ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേരും സുരക്ഷിതരാണ് എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം. മറ്റേതെങ്കിലും മലയാളികൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നടന്ന സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ അന്വേഷണം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള നോർക്കോ ഓഫീസും റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസും ജമ്മു കാശ്മീർ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീർ DGPയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മലയാളികൾ ഈ ഭീകരാക്രമണത്തിൽ അവർക്ക് നടന്ന സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനുള്ള വേണ്ട സഹായം നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ നിരവധി പേരാണ്. കാരണം ഈ അവധി സീസൺ ആരംഭിച്ചതിനാൽ സ്കൂളുകളും മറ്റും അടച്ചതിനാൽ തന്നെ നിരവധി പേരാണ് ഈ ഉത്തരേന്ത്യയിലേക്ക് ടൂർ വരുന്നത്. അതിൽ തന്നെ നിരവധി പേർ ജമ്മു കാശ്മീരിൽ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ പഹൽഗാമിൽ ചില മലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് അങ്ങനെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരിൽ ആരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ മലയാളികൾ ഈ അപകടത്തിൽ പെട്ടതായി നമുക്ക് ഔദ്യോഗികമായ വിവരമൊന്നും തന്നെയില്ല. പക്ഷേ പഹൽഗാമിൽ മലയാളികൾ കാണാം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുന്നത്. ഏതായാലും കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ, അതായത് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ, C ഗിരീഷ്, ഈ 3 പേരും കുടുംബം ഇന്നലെ പഹൽഗാമിലുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ ഭീകരാക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് തിരിച്ചതിനാൽ ഈ 3 പേരും അവരുടെ കുടുംബാംഗങ്ങളും സുരക്ഷിതരാണ് എന്നാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.